guys, welcome back to our channel Haripriya Karthi. ഇന്ന് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടൊരു ദിവസമാണ്. എന്താണ് ഒരു സ്പെഷ്യൽ? എൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന്. എനിക്ക് സ്പെഷ്യൽ ഡേ ആണ്. അതെ. ലച്ചുട്ടിയുടെ ബർത്ത്ഡേ ആണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു വർഷമായി ഗൈസ്. എന്ത് പെട്ടെന്ന് ആ സമയമൊക്കെ പോകുന്നത്. പിന്നെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം. ഭയങ്കരമായിട്ടൊന്നും വേണമെന്നില്ല, ചെറിയ രീതിയിലെങ്കിലും സെലിബ്രേറ്റ് ചെയ്യണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യണ ഒരു വ്ലോഗ് ആയിരിക്കും ഇന്നത്തെ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല അല്ലേ? നോക്കാം, കാര്യമായിട്ടുണ്ടാവും. നമ്മളിപ്പോ ജസ്റ്റ് പുറത്തേക്കൊന്ന് പോകുന്നു. അപ്പോൾ ഇന്നത്തെ ലഞ്ച് പുറത്തുനിന്നാണ്. അപ്പൊ തന്നെ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ കൊടുത്തായിരുന്നു. അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇടാട്ടോ എന്താ തന്നേന്നൊക്കെ. എനിക്ക് തന്ന പോലത്തെ ഒരു സർപ്രൈസ് അല്ല ഞാൻ കൊടുത്തത്. കാരണം ഇവിടെ തന്നത് ഞാൻ ജോലി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ ഇപ്പൊ എനിക്ക് വർക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോ വീട്ടിൽ തന്നെ എപ്പോഴും ഉണ്ടാവും. അപ്പൊ ആൾക്കൊന്നും സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എളുപ്പമായിട്ട് വീട്ടിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്ത് കേക്ക് ഉണ്ടാക്കി ഗിഫ്റ്റ് തന്നു. സിമ്പിൾ. പക്ഷെ നമുക്കപ്പോ ചുമതല കൂടി. കാരണം അതുപോലെ തന്നെ ചെയ്തു കൊടുത്താൽ ഭയങ്കര കഴിഞ്ഞ ബർത്ത്ഡേ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകുന്നു അല്ലേ? എനിക്ക് സന്തോഷമാണ്. എനിക്ക് വീട്ടിൽ ചുമ്മാ ഇരിക്കണേക്കാളും ഭേദം ബർത്ത്ഡേയുടെ അന്ന് കുറച്ചൊന്ന് പുറത്തൊക്കെ പോയി. പിന്നെ പുറത്തുനിന്ന് നമുക്ക് റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാനും അതെ, ഒരു ലഞ്ചൊക്കെ കഴിക്കാന്ന് വിചാരിച്ചു. ഈ കേക്കൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട് ബർത്ത്ഡേക്ക് മുറിക്കാനായിട്ട്. 12 മണിക്ക് ഒരു കുട്ടി കപ്പ് കേക്ക് നമ്മൾ മുറിച്ചായിരുന്നു. പക്ഷെ ആ സമയത്ത് വലിയൊരു കേക്ക് മുറിക്കാനുള്ള ഒരു ഗെറ്റപ്പ് ഉണ്ടായിരുന്നില്ല. കാരണം ഭയങ്കര ഇരുട്ട്, ഭയങ്കര പുറത്തൊക്കെ പോയിട്ട് വരായിരുന്നു. അപ്പൊ ഭയങ്കര ടയർഡായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ ഒരു വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു. ചെറിയൊരു കേക്ക് കട്ടിയായിട്ട് നമ്മള് ഇവിടെ നിന്ന് നേരെ ഇറങ്ങാണ്. എന്നിട്ട് നമ്മള് റെസ്റ്റോറന്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചെറിയൊരു കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. എനിക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ട് അതിനും കൂടിയാണ് പോണത്. എല്ലാം കൂടി ഒരു ചെറിയ വ്ലോഗായിട്ട് നിങ്ങൾ കാണുന്നതായിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ കേട്ടോ. നമുക്ക് വീഡിയോയിലേക്കോ. ചെറിയൊരു കേക്ക് ഫ്രോസൺ കേക്കാണ്, പക്ഷെ ചോക്ലേറ്റ് ബ്രൗണി കേക്കാണ്. രണ്ട് ഇഷ്ടപ്പെട്ട രണ്ട് ചോക്ലേറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അടിപൊളി റെഡ് വൈൻ ഉണ്ട് അവിടെ. അപ്പൊ നമുക്ക് കേക്ക് മുറിക്കാം. കുട്ടി കേക്കും കുട്ടി ബർത്ത്ഡേ. അതെ, നമുക്ക് കേക്ക് മുറിക്കാം അല്ലേ? നമ്മുടെ കുട്ടിയുടെ ബർത്ത്ഡേ. നമ്മളിതിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. നന്നായിട്ട് വൈകി. കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വൈകി. ഇതിന് ഈ കാർത്തി വാങ്ങിച്ചെന്നൊരു ഡ്രസ്സാണ്. ഇതാണ് ബർത്ത്ഡേക്ക്. അങ്ങനെ ബർത്ത്ഡേ ഡ്രസ്സ് എന്നൊന്നും പറഞ്ഞ് വാങ്ങിച്ചൊന്നുമില്ല. കാരണം ഈ ഒരു ഡ്രസ്സ് കഴിഞ്ഞിടയ്ക്കാണ് വാങ്ങിച്ചത്. വെറുതെ പിന്നെ ഉടുപ്പ് പോലത്തെ ഡ്രസ്സ്, മറ്റേ നമ്മുടെ ഡ്രസ്സില്ലേ ഉടുപ്പ് പോലത്തെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇടൂല. ഇങ്ങനത്തെ ഡ്രസ്സാണ് അതുകൊണ്ട് വാങ്ങിച്ചത്. അപ്പോൾ ക്യാഷിലായിട്ട് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ കണ്ടോ ഗൈസ്, ഞാൻ താടി വെട്ടി കൊടുത്തിട്ടുണ്ട്. അല്ല, ഹെൽപ്പ് ചെയ്തില്ലേ? ഹെൽപ്പ് ചെയ്തു അവിടെ ക്ലീൻ ആക്കാൻ. കാർത്തി ഈ ഒരു ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും മാച്ചിങ് ആയിട്ട് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. കണ്ടോ? അപ്പൊ നമുക്ക് അതെ ലേറ്റായ ഫുഡൊക്കെ തീർന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്കിവിടെ ലെറ്ററൊക്കെ വരുന്നത് ഈ ഒരു ബോക്സിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 3 അപ്പാർട്ട്മെൻറ്റാണ് ഇവിടെ ഉള്ളത്. ഹെൽത്ത് ഇൻഷുറൻസ് ലെറ്റർ. അപ്പോൾ ഗൈസ്, നമ്മൾ പോവാണ്. ബസ് കയറിയിട്ട് വേണം പോവാൻ. കാറുണ്ടായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു. റെഡി നമ്മൾ സമയം നോക്കിയിട്ട് ഇറങ്ങാറുള്ളൂ. നല്ല വെയിലുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മളിപ്പോ ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ബസ് തന്നില്ല. സമയമൊക്കെ കഴിഞ്ഞു പോയി, പക്ഷെ ബസ് തന്നില്ല അല്ലേ? പറ, ബസ്സില്ലേ? 25 വയസ്സായി എനിക്ക്. സിൽവർ ജൂബിലിയാ. 25 വയസ്സുണ്ടെങ്കിൽ ആ അഹങ്കാരമൊന്നുമില്ല കേട്ടോ. ബസ് കാണിക്കണല്ലേ? ഇനി അവിടെ അത്രയും ദൂരം നടക്കണോ? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പോയി അങ്ങനെ പോയി നമുക്ക് സൊയ്ത്തൻ വരെ ഒരു 17 മിനിറ്റ് നടക്കണം. കഴിച്ച് വയ്യായി വെയിലത്ത് കിടക്കാൻ.
ഇപ്പോൾ എവിടെയാണ്? ജെനുവിൻ ഷോപ്പാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്കില്ലേ? അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇവിടെ ഒരു ജേഴ്സി നോക്കാൻ വേണ്ടി വന്നതാണ് കാർത്തിക് ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ സംഭവം അത് യൂറോ കപ്പിൻ്റെ ഒരു സമയത്തേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ കട അടച്ചേക്കുക. അപ്പോൾ ഞങ്ങൾ വെറുതെ ഇവിടം വരെ വന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പ്ലാൻ? അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി പോകുന്ന ഒരു ഇന്ത്യൻ സ്റ്റോറാണ് കേട്ടോ. എമ്മീസ് കിച്ചൺ എന്നാണ് പേര്. അപ്പോൾ അവിടെ നമ്മുടെ നാട്ടിലത്തെ ഫുഡൊക്കെ കിട്ടും. പിന്നെന്താ, പിന്നെ അതുകൊണ്ട് ഇപ്പോൾ അവിടേക്ക് പോകണമെങ്കിൽ തന്നെ 46 മിനിറ്റ് ഒക്കെ എടുക്കും. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അവിടേക്ക് പോകാം കേട്ടോ. ഫുഡ് എന്തൊക്കെ കഴിക്കണമെന്ന് നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ. ഗൈസ്, അപ്പം നമ്മളിതേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം നടക്കാനുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ എം.എസ് കിച്ചണിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഫുഡ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നമ്മൾ യൂട്യൂബിലും ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇൻസ്റ്റയിലൊക്കെ എം.എസ് കിച്ചനെ പറ്റി ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ പോയി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഫോണിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ജേഴ്സി നോക്കിയിട്ട് കിട്ടിയില്ലല്ലോ, അതിൻ്റെ വിഷമത്തിൽ ഫോണിൽ ഓർഡർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ഏരിയയിലേക്ക് വരുന്നത് തന്നെ. എമ്മീസ് കിച്ചനെ പറ്റി കുറേയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ട ആ ഒരു ഇതുള്ളൂ, പോയി കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഈ തവണ നാട്ടിലത്തെ ആ ഒരു ഫുഡ് കഴിക്കാനുള്ള ഒരു ആഗ്രഹം മൂലം നമ്മളിത് എമ്മീസ് കിച്ചൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് കയറി നോക്കാം എന്തൊക്കെ ഫുഡാണോ ഉള്ളതെന്നും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ എന്തൊക്കെ ഫുഡ് ഉണ്ടെന്നൊക്കെ ഈ ഒരു മെനു കാർഡിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലത്തെ നോർത്തിലായിട്ടും സൗത്തിലായിട്ടുള്ള കുറച്ച് ഡിഷസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ കൂടുതലും നോക്കിയത് സൗത്താണ്. നമ്മളുടെ ഡിഷസ് സൗത്തിലായിരിക്കുമല്ലോ വരുന്നുണ്ടാവുക. അപ്പോൾ അതിൽ മസാല ദോശ ഉണ്ടായിരുന്നു, ചിക്കൻ കറി, ബീഫ് കറി, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ റെസ്റ്റോറൻറ്റിൽ മലയാളം സോങ്സും തമിഴ് സോങ്സൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അടിപൊളി വൈബിൽ ഫുഡ് കഴിക്കാം. ഒരു സെറ്റ് പൊറോട്ട, ഒരു ചിക്കൻ കറി, പിന്നെ ഒരു ഗീ പൊടി മസാല എന്ന് പറയുന്ന സാധനം ഞാൻ കേട്ടിട്ടുണ്ട്. ദോശയാണ് ഗീ പൊടി മസാല അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ മാംഗോ ജ്യൂസും. ഫുഡ് എങ്ങനെയുണ്ട് നോക്കട്ടെ. മാംഗോ ജ്യൂസാണ് പറഞ്ഞിരുന്നത്. കുടിച്ച് നോക്കുമ്പോൾ നമ്മുടെ മാടെ സെയിം ടേസ്റ്റ് തന്നെയാണ്. ദോശ ഇത് ഗീ പൊടി മസാല ദോശയാണ് കേട്ടോ. അതിൻ്റെ കൂടെ ചമ്മന്തി എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചിക്കൻ പൊറോട്ട ഉണ്ട്. പിന്നെ ചിക്കൻ കറിയാണ്, ചെട്ടിനാട് കോഴിക്കറി എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ റൈസ് ഫ്രീ ആയിട്ട് കിട്ടി. ഇനി നമുക്ക് പൊറോട്ടയും കൂടി വരാനുണ്ട്. ആദ്യം നമുക്ക് ദോശയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഗീ പൊടി മസാല ദോശയാണ്, ക്രിസ്പിയാണ് കേട്ടോ സംഭവം. ഇതിൻ്റെ കൂടെ നമുക്ക് ഇവിടെ ചമ്മന്തിയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അത് ദോശ ചേർത്ത് മസാല ഉണ്ട് കേട്ടോ. മസാല ഉണ്ടോ? സാമ്പാർ കൂട്ടി കഴിക്കാം. ചമ്മന്തി ഉണ്ട്, തക്കാളി ചട്നി ഉണ്ട്. ഇത് എന്തോ ചട്നിയാണ്, മിന്റ് ഉണ്ടോ. മസാലയുണ്ട്, മസാല ദോശയുടെ. അതും കൂട്ടി കഴിച്ചു നോക്കാം നമുക്ക്. അടിപൊളിയാണ്. മസാല ദോശ നമ്മുടെ നാട്ടിലത്തെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിച്ചത് ചെട്ടിനാട് ചിക്കൻ കറി ആയിരുന്നു. അത് കഴിച്ചു നോക്കിയപ്പോൾ അതിൽ ടേസ്റ്റ് ഞങ്ങൾക്ക് അത്ര അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. കുറച്ചും കൂടി ടേസ്റ്റ് കുറവായിരുന്ന പോലെ തോന്നി. പിന്നെ നമുക്ക് പൊറോട്ട ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മസാല ദോശ തന്നെയാണ്. മസാല ദോശ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ ഭയങ്കര ക്രിസ്പി ആയതുകൊണ്ട് പിന്നെ നെയ്യുടെ കുറച്ച് ടേസ്റ്റ് ഒക്കെ കൂടുതലായിരുന്നു. ഒരുപാട് ഭയങ്കര ക്രിസ്പി ആയിപ്പോയി. അപ്പോൾ കുറച്ച് സോഫ്റ്റ് ആക്കാമെന്ന് തോന്നി. ആദ്യം കഴിച്ചപ്പോൾ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ കുറച്ച് കഴിച്ചപ്പോഴത്തേക്കും കുറച്ചായിട്ട് ഇങ്ങനെ മട്ടി തുടങ്ങി. പിന്നെ കഴിച്ച പിന്നെ പൊറോട്ട വലിയ സെറ്റപ്പ് തോന്നിയില്ല. ചിക്കൻ കറി വലിയ ആ ഒരു ടേസ്റ്റ്, ഗരം മസാല കൂടുതലും കുരുമുളക് ഭയങ്കര കൂടുതലും ഒക്കെ തോന്നി. നമ്മുടെ നാട്ടിലത്തെ ആ ഒരു ടേസ്റ്റ് അല്ല.
അത് പറഞ്ഞു എന്തായാലും ഇനി അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഫുഡ് ഏകദേശം സെറ്റ് ആയിക്കോളും. എന്നാ പിന്നെ നമുക്ക് ട്രെയിനൊക്കെ കയറി വീട്ടിലേക്ക് പോല്ലേ, വീട്ടിൽ പോകാം. പാസ്റ്റൽ ഡേ നട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ് കാത്തു കഴിക്കുന്നത്. എങ്ങനെയാ, ഇഷ്ടായില്ല കേട്ടോ, ഉദ്ദേശിച്ച സാധനം അല്ലത്, പരീക്ഷിക്കാൻ വേണ്ടി വാങ്ങിച്ചല്ലേ. നമ്മളിപ്പോൾ ഉള്ളത് ബെർലിൻ ടെമ്പിൾ ഓഫ് ലിത്തേക്കാണ് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനൊരു ഷൊക്കോ ക്രോയിസാൻഡ് വാങ്ങിച്ചിട്ടുണ്ട്. ക്രോസാങ് എന്ന് പറയുന്നത് ക്രോസാൻഡ്. അപ്പോൾ ഈ ക്രോ ബാഗിലെ ക്രോസാങ് നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ല ക്രിസ്പിയാണ്, നല്ല ഫ്രഷ് ആണ്, പിന്നെ നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ വാങ്ങാറുണ്ട്. അപ്പോൾ കഴിച്ചു നോക്കാം. നമുക്ക് പരിചയമുള്ള സാധനത്തിന്റെ ടേസ്റ്റ് ഇല്ലേ? പപ്സ് അല്ല, സീ പൊറോട്ട ആണോ? സീ പൊറോട്ട ഇതെന്തോ ഒരു സാധനമാണ്, ഇതിന്റെ ഇടയിൽ എന്തൊരു ജാം പോലെ കൊള്ളാം. ഇത് എനിക്ക് വാങ്ങിക്കണം എന്നുണ്ട്, പക്ഷേ ഇതിനെ 10 യൂറോയാ. ക്യൂട്ടാ, പക്ഷെ നല്ല വിലയായതുകൊണ്ട് വാങ്ങിക്കണ്ട, അടുത്ത വാങ്ങിക്കാം. അപ്പോൾ അതേ ഈ ഒരു പെട്ടിയിലാണ് ഇരിക്കുന്നത് റിംഗ് ലൈറ്റ്. കാർത്തി ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് കാർത്തി കാണാത്തത്. കാർത്തി ജോലിക്ക് പോയേക്കാം. അപ്പോൾ എന്തായാലും പുറത്തൊക്കെ പോയി ജോലിയൊക്കെ കഴിഞ്ഞ് എന്തായാലും കുറച്ച് ലേറ്റ് ആകും, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ തുറക്കാമെന്ന് വിചാരിച്ചു. കാർത്തി വരുമ്പോൾ നമുക്ക് എല്ലാം സെറ്റ് ആക്കിയിട്ട് കാർത്തി കാണിച്ചു കൊടുക്കാം. കാർത്തി കാണിച്ചെന്ന ഗിഫ്റ്റ് ആണല്ലോ. അപ്പോൾ എനിക്കിങ്ങനെ ഇത് റിംഗ് ലൈറ്റ് എടുത്ത് എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ എനിക്കിങ്ങനെ ഒരു ഇത് വരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഓപ്പൺ ചെയ്യാന്ന്. ഇത് വലിയ പെട്ടിയുടെ ഉള്ളൊരു ചെറിയ പെട്ടി ഉണ്ട്. അപ്പൊ ആ ഒരു പെട്ടിയുടെ ഉള്ളില് ഇങ്ങനെ ഒരു ബാഗായിരുന്നു ഉണ്ടായിരുന്നെ. പിന്നെ അടിയിൽ എന്തോ ഉണ്ടാന്ന് ഞാൻ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. കുറെ വീഡിയോ ഒക്കെ എടുത്ത് പോയി. അപ്പോഴാണ് നോക്കിയപ്പോഴാണ് മൈക്ക് കണക്റ്റഡ് ആയിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ല. അപ്പോൾ ഈ ഒരു ബാഗില് ആണ് ഫസ്റ്റ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഈ ഒരു ബാഗിൽ ഉണ്ടായിരുന്നത് നമ്മളെ റിംഗ് ലൈറ്റ്. അപ്പോൾ ഇത് മുകളിലൊരു ഇത് വരുന്നുണ്ട്, ഗ്ലാസ് പോലത്തെ. അത് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോണേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റിംഗ് ലൈറ്റ്. നമുക്ക് വച്ചു നോക്കിയാലേ മനസ്സിലാവുള്ളൂ എന്തോരം ലൈറ്റ് കിട്ടുന്നുണ്ടെന്ന്. പിന്നെ അപ്പോൾ ഇത് ലൈറ്റ് സ്റ്റാൻഡ്, അതായത് നമ്മുടെ ട്രൈപോഡിന് ആവശ്യമായിട്ടുള്ള. ഇതെങ്ങനെ ഓപ്പൺ ചെയ്യണേ? ഓ ഇങ്ങനെയാണോ? അതെങ്ങനെയാ ഇങ്ങനെയാണോ നിർത്തേണ്ടത്? അതിങ്ങനെ തന്നെ സ്റ്റാൻഡ് വരുന്നുണ്ട്. വേറൊരു സംഭവം വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മറ്റേ എനിക്കൊന്നും അറിഞ്ഞൂടാ ഗൈസ്. അപ്പൊ നമ്മൾ ഇത് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിൽ കൊടുത്തേക്കാണ് ഈ ഒരു ഭാഗം ഈ ഒരു വളവിന്റെ അങ്ങനെ വരണമെന്നാണ്. നമുക്ക് ഈ ഒരു വയേഴ്സ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ഇതിന്റെ ലൈറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഓൾറെഡി കുത്തിയിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി. കളറ് ഞാൻ ചെറിയൊരു ലൈറ്റിലിട്ടു. ഇതിങ്ങനെ തിരിക്കുമ്പോൾ അങ്ങനെ പയ്യെ ലൈറ്റിൻ്റെ ഒരു ഇത് കൂടി വരും. ഭയങ്കര നല്ല വെളിച്ചമുള്ള നല്ലൊരു ലൈറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ചെറിയൊരു ഔട്ടിംഗ് ഒക്കെ പോയിട്ട് വന്നു. ഫുഡൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് നമ്മുടെ അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും നമുക്ക് ചെറിയൊരു ടേസ്റ്റ് ഒക്കെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. കുഴപ്പമുണ്ടായില്ല, കാപ്പിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല, എന്തായാലും കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെറുതായിട്ടൊക്കെ സെലിബ്രേറ്റ് ചെയ്തു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.